പല കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ പലരും ഒറ്റപ്പെടാറുണ്ട്. ചിലർക്കൊക്കെ അതിൽ നിന്ന് കരകയറാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ അങ്ങനെയുള്ളവരെ തേടിയെത്തി അവരെ സഹായിക്കുന്ന ഒരാളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കർത്താവ് തന്നെ. ഏത് നിസ്സഹായനെയും ഓടിയെത്തി സഹായിക്കുന്ന എത്രയോ അനുഭവങ്ങൾ തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം, യേശു അവനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അവൻ സൗഖ്യമായി. നോക്കൂ, ദീർഘനാളുകളായി സിനഗോഗിൽ അല്ലെങ്കിൽ ആലയത്തിൽ കടന്നു വരുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ആ മനുഷ്യൻ്റെ കൈ വരണ്ടതാണ്. കൈ വരളുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരർത്ഥം കൂടി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. അതായത് അധ്വാനിച്ചിട്ട് ഫലമില്ലായ്ക, പ്രവർത്തന മണ്ഡലങ്ങൾ തെളിഞ്ഞു വരാതിരിക്കുക, ഒരു പ്രവൃത്തിയിലും ജയിക്കാതിരിക്കുക, നന്മകളൊന്നും ലഭിക്കാതിരിക്കുക. ആ നിലയിൽ ദീർഘനാൾ കഷ്ടപ്പെട്ട അനുഭവങ്ങൾ ചിലർക്കെങ്കിലും പറയാനില്ലേ? എന്നാൽ ഒരു കാര്യം ഓർത്തോ പ്രിയരെ, ഏത് വരണ്ട അവസ്ഥയിലും പലരും നിങ്ങളെ കണ്ടില്ലെന്ന് കണ്ട് കടന്നുപോയാലും കടന്നു പോകുന്നവനല്ല കർത്താവ് എന്ന് മറക്കണ്ട. എത്ര കഷ്ടതയാണെങ്കിലും, എത്ര പ്രതിസന്ധിയാണെങ്കിലും, ഏതെല്ലാം നിലയിൽ ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വന്നാലും നിങ്ങളെ കടന്നു പോകാൻ കർത്താവിന് മനസ്സുണ്ടാവില്ല. ആ കണ്ണുനീര് കാണുമ്പോൾ, നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ കർത്താവ് തിരിഞ്ഞ് നിങ്ങളുടെ അടുക്കിലേക്ക് തന്നെ വരും. ആകയാൽ ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന ആരെങ്കിലും ഈ നിലയിലായിരിക്കുന്നെങ്കിൽ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു, ആരും സഹായിക്കാനില്ല, ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ ഓർത്തോ, ഇത് നിങ്ങളെ യേശു തേടിയെത്തുന്ന ദിവസങ്ങളായിരിക്കും. ആ മനുഷ്യൻ പള്ളിയിലുണ്ട്, വരാൻ തുടങ്ങിയിട്ട് നാളുകളായി കാണും, പക്ഷെ ആരും തന്നെ പരിഗണിക്കുന്നില്ല. എന്നാൽ യേശു ആ മനുഷ്യനെ കണ്ടു എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞ് അവന് പരിഗണിച്ച് അവന് സൗഖ്യം നൽകി. ഉറപ്പാ പ്രിയരെ, ഏത് നിസ്സഹായാവസ്ഥയിലും ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും തള്ളിക്കളഞ്ഞാലും തീർച്ചയായിട്ടും കർത്താവ് നമ്മെ തള്ളിക്കളയത്തില്ല. അവൻ നമ്മുടെ കൂടെ വന്ന് നമ്മെ സഹായിപ്പാനും സൗഖ്യമാക്കാനും മതിയായവനാണ്. ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു അത്ഭുതം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം തനിക്കറിയാം ഇതിൽ നിന്നൊരു മോചനം അസാധ്യമാണെന്ന്. എന്നാൽ നോക്കൂ, അസാധ്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലോ ദൈവത്തിൻ്റെ നിഘണ്ടുവിലോ അസാധ്യം എന്നൊരു വാക്കില്ല. സകലത്തെയും സാധ്യമാക്കുന്ന സർവശക്തന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അവഗണിക്കപ്പെട്ടവരെ തേടിയെത്തി രക്ഷിക്കുന്ന അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.